അതിനിടെ കൂടെ ചക്കപ്പഴം അടിച്ചോണ്ട് ചക്ക എടുത്ത് കുമ്പളപ്പം ഉണ്ടാക്കാൻ പോയിരുന്നു. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മളിങ്ങനെ എടുക്കണം. പണ്ടേ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതിനെ കുറിച്ച് വലിയൊരു കഥയുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ഒത്തിരി ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരു സമയമാണ്. അപ്പോൾ അരിയൊക്കെ കപ്പ ചക്ക അതാണ് പ്രധാനപ്പെട്ട. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനത്തിന് ഇതിൻ്റെ പടക്കം എന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഏറുപടക്കം ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അലർജിയ ഏറുപടക്കം. പക്ഷേ എന്തോ ഒരു വിറ്റാമിനുകളുടെയും മിനറൽസിൻ്റെ എല്ലാം ഒരു കലവറ തന്നെയെന്നാണ് അമ്മ പറയാം. അമ്മ ഇത് കഴിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ അമ്മ ഇങ്ങനെ നല്ലതായിട്ട് ഉണ്ടാക്കി നല്ല ഏലക്കായൊക്കെ പൊടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ശർക്കര ഉരുക്കാൻ പോവുകയാണ്. അതിന് ഞാൻ തീ കത്തിക്കുന്നു. ഗ്യാസ് കത്തിച്ചു. അതിന് പാത്രം അടുപ്പേ വെച്ചു. ശർക്കര കൊണ്ട് വെച്ചിട്ടുണ്ട്. ശർക്കര ഇടാൻ പോവാം. ഇതിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര വല്ലതും വേണമെന്നല്ലോ ഉണ്ടോ? അങ്ങനെ സ്പെഷ്യൽ ശർക്കര ഒന്നും വേണ്ട. ഇത് സാധാരണ മറയൂർ വല്ലമാണ്. മറയൂരിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ മകൻ ടൂറിന് പോയപ്പോൾ. ഇത് വെള്ളത്തിലിട്ടിട്ട് എന്താ ചെയ്യണ്ടേ? വെള്ളത്തിൽ ഇട്ടിട്ട് ഉരുക്കും. എത്ര നേരം വേണം ഉരുകാനായിട്ട്? 10 മിനിറ്റ് ഇപ്പം തന്നെ ആവും. മധുരം എങ്ങനെയാ പിള്ളേരെ വേണ്ടേ? കൂടുതൽ വേണോ കുറച്ച് വേണോ? നന്നായിട്ട് വേണം. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കണേ. ഹൈ ഫ്ലെയിമിലാണ്. രാവിലെ ഇളക്കി കൊടുക്ക്. എൻ്റെ മരുമോളാണേ. അവൾ ഗർഭിണിയാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഈ മേലാതിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിഭവമാണിത്. അവൾക്ക് ചക്ക തിന്ന് കിട്ടില്ല, പഴം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട് പിണങ്ങി അവിടെ കയറി കിടന്നപ്പോൾ ഗർഭിണി വെച്ചല്ലേ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. മേലാതിരിക്കുമായിരുന്നു. എന്നോട് പ്രിയ പുത്രിയുണ്ട് ഇവിടെ. എൻ്റെ ഒരു ഏകദേശം 5 മിനിറ്റോളം സമയമായി നമ്മളിപ്പം ഇതിലോട്ട് ഇട്ടിട്ട്. ശർക്കര പാനിയായിട്ട് അത് ഇനിയിപ്പോ നമ്മളിവിടെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാൻ പോകണം. ശർക്കര പാനി ഇതിനകത്തോട്ട് അടിച്ചു അതിനകത്ത് കിടന്ന് വേണം വെന്ത് നന്നായിട്ട് എല്ലാം കൂടെ ജോലിച്ചെടുക്കണം. കണ്ടോ അതിൻ്റെ പൊടി ഉണ്ടോ? ഉണ്ടോ? സാധാരണ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിനകത്ത് ഇല്ല. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആ തരിയും പൊടിയും ചെടിയും ഉണ്ടോ? ശർക്കര പാനി നമ്മൾ ചക്കയിലോട്ട് ഒഴിച്ചു. പിള്ളേരെ നിങ്ങൾ ചെന്ന് അവനെ ചെന്ന് വിളിച്ചോണ്ട് നൈസായിട്ട്. അവൻ തേങ്ങ ചേർന്നാൻ ഏറ്റവും മടിയുള്ളവനാണ്. ഇത്ര നേരം ക്യാമറ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഇച്ഛയാണ്. നമുക്ക് തേങ്ങ ചേർന്നാനായിട്ട് ചെന്ന് ക്ഷമിച്ചു നോക്കാം. മടിയായിരിക്കും. ചേട്ടായി ഇപ്പൊ പറ തേങ്ങ തരണം പോകുന്ന ഫീൽ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ രണ്ടാം കുഞ്ഞിരുന്ന് തേങ്ങ തെരഞ്ഞിക്കാൻ തുടങ്ങിയില്ലേ? അങ്ങനെയാണോ? ചക്കേനെ നമ്മൾ ഇവിടുന്ന് അപ്പൊ അടുപ്പേരോട്ട് മാറ്റാം. ഗ്യാസ് ഇരുന്ന് കഴിഞ്ഞാല് ഗുഡ് ബോയ്. കൊണ്ട് കെട്ടണം. അടുത്തലാകുമ്പോൾ ടേസ്റ്റും ഓർത്തില്ല. ഏതാ ഉടനെ കിടക്കുന്നില്ല. വേഗം തേങ്ങ ഇട്ടേ.
അമ്മ ഏലക്കാപ്പൊടിയൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ തേങ്ങ, ശർക്കര പാനി 3 സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചക്കയിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചക്കയിലോട്ട് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഏലക്ക, ഇപ്പം എന്താ വേണ്ടത്, ഏലക്കായും ജീരകവും ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കല്ലിൽ വെച്ച് ഇടിച്ചെടുത്ത, നമ്മൾ മുമ്പ് ചാമിൽ ഇടിച്ചെടുത്ത സാധനമാണ് നമ്മളിപ്പോൾ അതിലോട്ട്. അത് നല്ലപോലെ പാവ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേരെ നനത് ഏറ്റെടുത്തേക്കുവാണ് പാചകം. എന്തായി തീരൂ. നല്ലപോലെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കും. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ടില്ല കേട്ടോ. അരിപ്പൊടി ആയില്ല. ഓക്കെ ഗൈസ്, നമ്മളിനി ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകത്ത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ട്രീയുടെ ഇല ആവശ്യമുണ്ട്. പല സ്ഥലത്തും പല പേരിലാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ ഇടനേല എന്ന് പറയും. എൻ്റെ വൈഫിൻ്റെ ഒക്കെ അവിടെ വയനപ്പം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വയനേല എന്നൊക്കെ പറയും. അപ്പം നമുക്ക് അവിടെ ഒരു മരത്തിലുണ്ട്, നമുക്കത് പറിക്കാൻ വേണ്ടി പോവാം. കുറച്ച് മുണ്ടും കുഴി എന്ന് പറഞ്ഞ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശൗര്യ വരക്കേച്ചാ പോണേ. നമ്മൾ ഈ ഒരു പ്ലാവിൽ നിന്നാണ് ചക്ക നമ്മൾ പറിച്ചത്. ആ പ്ലാവിൽ നിന്നാണ് നമ്മൾ ചക്ക പറിച്ചത്. ആക്ച്വലി പറിച്ചതല്ല, പ്രകൃതി തന്ന ചക്കയാണ്. ആക്ച്വലി ഈ നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ ചക്ക പ്ലാവിൽ നിന്ന് തന്നെത്താൻ വീണ ചക്കയാണ്. അപ്പോൾ ഇവിടെ വളരെ അടുത്താണ്, നമ്മുടെ പറമ്പിൽ തന്നെയാണ്. അങ്ങോട്ട് സൂക്ഷിച്ച് പോണേ. ഞാനിതേ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ മരത്തിലാണ് ഈ പറഞ്ഞ ഇലയുള്ളത്, സാധനമുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 10-15 എണ്ണം മതി. നമ്മൾ വീട്ടിൽ 4 പേര് കഴിക്കുന്നുള്ളൂ. അപ്പോൾ 4 പേർക്കുള്ള ഇല റെഡിയാക്കിയാൽ മതി. അപ്പം വാവ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ സൂക്ഷിച്ചേ. അപ്പം ആക്ച്വലി വാവ ഇത് ഇങ്ങോട്ട് താത്തി തരുമ്പോൾ നമുക്ക് കമ്പായിട്ട് ഇങ്ങോട്ട് ഓടിച്ചെടുക്കും. അതാണ് ബെറ്റർ ഐഡിയ ആണ്. അല്ലെങ്കിൽ കിട്ടില്ല, കാരണം വേറെ പള്ള ഇതിൽ പിടിച്ചിട്ടുള്ളത്. അപ്പം ബാക്കി അടുക്കളയിൽ കാണാം. സാധനം കിട്ടി. ഉയ്യോ, ഉറുമ്പ് കടിച്ച് എൻ്റെ എല്ലാം കൊണ്ടുപോയി. ഇതാണ് സാധനം ആക്ച്വലി. അയ്യോ, എന്റെ ഇച്ചരെല്ലാം കൊണ്ടുപോയി. ഉറുമ്പ് കടിച്ച് ഇടപാടെടുത്തു. ഇതാണ് വയനയില അല്ലെങ്കിൽ ഇടനയില. ഞങ്ങളുടെ അവിടെയൊക്കെ ഇടനയില എന്ന് പറയുന്നത്. ആ ചക്കയുടെ മധുരവും എല്ലാം കൂടെ കൂടി കണ്ട കുഴഞ്ഞ് നല്ല പരുവത്തിലായി. നമുക്ക് അരിപ്പൊടി തട്ടി കൊടുക്കണം. എനിക്ക് ഇളക്കാൻ മേലാത്തതുകൊണ്ട് എൻ്റെ മകളുടെ കയ്യിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. പുറം മൊത്തം പൊടി ഒരേ സ്ഥലത്ത് ഈ ചേനയില്ലേ, അതേ മറിച്ചും ചേന പിടിച്ചേക്കുക. അമ്മ ഇന്ന പൊടികൾ അത് ഇളക്കി യോജിക്കണം. എല്ലാ സ്ഥലത്ത് വെക്കണേ. നല്ല കട്ടിയാണ്. ഇളക്കി എടുക്കണം. നല്ല സ്റ്റിക്കിയാണ് ആക്ച്വലി. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അരിപ്പൊടിയും ചക്കയും ശർക്കരയും നമ്മൾ ഇതിനകത്തിട്ട് എല്ലാ സാധനവും കൂടെ നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ ഉള്ളൂ വെളുത്തിരിക്കുന്നതെല്ലാം ഇതുമായിട്ട് മിക്സ് ആവണം. പൊടി ഇച്ചിരി ഇടണോ? ഇച്ചിരി പൊടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പൊടി അധികം ഓവറാ. മതി. അതുപോലെ ഫാമിലി മതി മതി. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം പൊടി ഫുള്ളായിട്ട് നമ്മൾ ഇളക്കി തരുന്നിട്ടില്ല. ഇനി അതിന്റെ ചൂട് മതിയാവും നമുക്കത്. അതുമായിട്ട് അരിപ്പൊടി വേകാനായിട്ട് നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങി ജസ്റ്റ് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ എൻ്റെ പദവി വാവയ്ക്ക് കൈമാറാണ്. വാവ ഇളക്കും. നീ എന്നാ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നമ്മള് കുറച്ച് അരിപ്പൊടി വെള്ള കളറിൽ നമ്മൾ കാണുന്നത് നല്ലപോലെ ഇളക്കി അതുപോലെ മിക്സ് ചെയ്തെടുക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കും. അപ്പൊ നല്ല സംഭവം നല്ലപോലെ കുത്തി ഇളക്കി നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടനയിലയിലോട്ട് അല്ലെങ്കിൽ വയന ഇലയിലോട്ട് നമുക്കിത് മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച ഈർക്കലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പോയി കുറച്ച് പച്ച ഈർക്കൽ പറിച്ചുകൊണ്ട് വരാം. ഈർക്കൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് വയനാപ്പം റെഡിയാക്കാനുള്ള സാധനത്തിലോട്ട് കൊണ്ടുപോകാം. ഇതിന് വയനാപ്പം റെഡിയാക്കാനുള്ള ഇലയുണ്ട്, നമുക്ക് അതിനുള്ള ഈർക്കലും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചിട്ട് ഇതേ ഇങ്ങനെ കുമ്പിൾ കൂട്ടി
ഇവിടെ ഒരു ഈർക്കിൽ കുത്തുക. പച്ചീർക്കിൽ കുത്തി കൊടുക്കുക, നല്ലതായിരിക്കും. എന്നിട്ട് നിറയ്ക്കണം. ഇതിനകത്ത് നിറച്ചിട്ട് ഉണ്ടാവും. ഇതിപ്പോൾ തിന്നാൻ പറ്റുമോ? ഇപ്പം തിന്നാൻ പറ്റിയല്ല, ഒരു അരമണിക്കൂർ വേഗമുണ്ട്. വെന്തിരിക്കുന്ന ഓൾറെഡി ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവരെ കയറ്റി അങ്ങ് വെക്കണം. മനസ്സിലായോ? ഓക്കെ ഉണ്ടോ? ആഹാ, നല്ല കിട്ടില മണമാണ് ഗൈസ്. നല്ല കിട്ടില മണം, നല്ല സൂപ്പർ മണമാണ് സാധനത്തിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ കാണിച്ച മോഡലാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വയനപ്പം റെഡിയാക്കുന്നത്. ആ സമയത്ത് നല്ല കിണ്ണം മഴ, നമുക്ക് നല്ല ഫീല്, അടിപൊളി മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഫീലിലിരുന്ന് ഞങ്ങൾ വയനപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ചുരുട്ടി വെച്ച വയനപ്പം എല്ലാം ചുരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഒരു ചെമ്പുപാത്രത്തിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിലോട്ട് വെക്കാൻ പോവാണ്. അതിനുശേഷം ബാക്കി പ്രൊസീജിയർ നമുക്ക് കാണാം. ഏകദേശം 30 മിനിറ്റോളമായി നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള മണം വരുന്നുണ്ട് അല്ലെ കുഞ്ഞാ? നല്ല നല്ല മണം വരുന്നുണ്ട്. ആ ഇടനയിലേയും മൊത്തത്തിലുള്ളൊരു നല്ല വാസന നമുക്ക് വരുന്നുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇപ്പൊ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷെ ചൂടാറിയിട്ട് തിന്നാൻ അല്ലേ നാക്കുള്ളൂ. നല്ലപോലെ ചൂട്. ഇത് കഴിക്കുന്ന ഏത് രീതി കഴിക്കുന്ന ബെറ്റർ? ഇപ്പോൾ വൈകിട്ട് കാപ്പിയുടെ സമയത്താണ് ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത്.